നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്കെവർക്കും സുസ്വാഗതം. 26/8/2026 ഞായറാഴ്ച ചോതി നക്ഷത്രമാണ്. രാവിലെ 6:04 വരെയാണ് ചോതി നക്ഷത്രം ഉള്ളത്. അതിനുശേഷം വിശാഖ നക്ഷത്രം തുടങ്ങുന്നു. രാവിലെ തന്നെ ചോതി നക്ഷത്രം തീരും, വിശാഖ നക്ഷത്രം തുടങ്ങുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ സമയവും ചോതി നക്ഷത്രമാണുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം ചോതി നക്ഷത്രം കൂടുതലുള്ളത് കൊണ്ട് ചോതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്നേ ദിവസം സ്വന്തമായി ചിന്തിക്കുന്നവർക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു കാലമാണ്. ചോതി നക്ഷത്രത്തിൻ്റെ ദേവതയായ വായുദേവൻ വേഗതയും ചടുലതയും ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കും. എന്നാൽ തിഥി അഷ്ടമിയായതിനാൽ പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കാതെ പഴയ കാര്യങ്ങൾ നിലനിർത്തി അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. പങ്കാളിത്ത ബിസിനസ് ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷം നിലനിൽക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും. വാഹനം, വീടോ ഇവയിൽ പുരോഗതി ഉണ്ടാകും. അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കും. ചെറിയ യാത്രകൾ ഗുണകരമാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കും. മനസ്സിന് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. അനാവശ്യ ചിലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനലാഭമുണ്ടാകാനും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. തൊഴിലിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളിൽ നിന്നും പ്രശംസ പിടിച്ചു പറ്റുകയും ഭാഗ്യത്തിൻ്റെ പിൻബലം തുണയ്ക്കുകയും ചെയ്യുന്നു. ഉന്നത പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം സഫലീകരിക്കും. ജോലിഭാരം വർദ്ധിക്കുന്നതോടുകൂടി അമിതമായി ക്ഷീണവും ഉണ്ടാകാനിടവരും. സാമ്പത്തിക ഇടപാടുകൾ കഴിവതും ഒഴിവാക്കുക. ഈ ഫലങ്ങൾ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. കാരണം ഇവരുടെ ഇപ്പോഴത്തെ ഗോചര ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവരുടെ ദശാകാലവും അതുപോലെ തന്നെ ജാതകത്തിൻ്റെ ഗ്രഹസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ ഫലങ്ങൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. കാരണം മോശമായ ദശാകാലം അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ഫലങ്ങൾ കൂടുകയും എന്നാൽ നല്ല ദശാകാലം ശുഭഗ്രഹങ്ങളുടെ ദശാകാലം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഗുണഫലങ്ങൾ ഏറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ ചോതി നക്ഷത്രക്കാരുടെ മാസഫലമാണ് ഞാനിവിടെ വ്യക്തമായി പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും ഈ നക്ഷത്രഫലം കൃത്യമായി കേട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം ഓരോരുത്തരുടെയും നമ്മുടെ അനുഭവം എത്രമാത്രം ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മളിത് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇത് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കണം കമൻറ്റിലൂടെ.